പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് കേട്ടോ. നമ്മുടെ ഫോൺ പേയിൽ പുതിയതായിട്ട് വന്ന ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ. അപ്ഡേറ്റ് എന്താണ്, കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് ആ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ ഫോൺ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം, നമ്മൾ സാധാരണ പൈസ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുക രേഖപ്പെടുത്തിയതിന് ശേഷം നമ്മൾ അവസാനം നമ്മുടെ UPI കോഡ് നമ്പർ എൻ്റർ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ഫോൺ പേയിൽ ഇപ്പോൾ വന്ന അപ്ഡേറ്റ് പ്രകാരം അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ഫിംഗർ ഉപയോഗിച്ച് ലോക്ക് ചെയ്യുന്ന ഫോണാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് പൈസ സെൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ വന്ന അപ്ഡേറ്റ്. അത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ഫോൺ പേ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരിക. ഇവിടെ നമുക്ക് മാനേജ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ വ്യൂ ആൾ എന്ന് കൊടുത്തിരിക്കും. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരുന്നത് കാണാൻ സാധിക്കും. അതിൽ താഴെ നമുക്ക് ഒരു ഫിംഗറിൻ്റെ ഐക്കൺ കൊടുത്തതിന് ശേഷം ന്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ഫോൺ പേ എന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കും ഈ ഫീച്ചർ ലഭിക്കും. ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഞാനൊരു ബാങ്കിൽ ആക്റ്റീവാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബാങ്കിൽ ഞാൻ കൊടുത്തിട്ടില്ല. ഈ നമ്മുടെ ബാങ്കിൻ്റെ നെയിമിന് അടുത്തായി ആക്റ്റീവ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം എഗ്രി കൊടുക്കുക. അതാണല്ലോ, എഗ്രി കൊടുത്തതിന് ശേഷം നമ്മുടെ UPI പിൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഇതുപോലെ കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ എഴുതി കാണിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതുവഴി നമുക്ക് 5000 രൂപ വരെ നമുക്ക് സെൻഡ് ചെയ്യാം. നമ്മളെ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് 5000 രൂപ വരെ നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് UPI കോഡ് കൊടുക്കാതെ നമുക്ക് പൈസ സെൻഡ് ചെയ്യാം. നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് പൈസ സെൻഡ് ചെയ്യാമെന്നുള്ളതാണ്. വളരെ ഉപകാരമായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. നിങ്ങളുടെ ഫോണിൽ ഇത് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. എന്തായാലും വന്നില്ല എന്നുണ്ടെങ്കിൽ 1-2 അപ്ഡേറ്റിനകത്ത് ഇത് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. ഇതുപോലെ മറ്റൊരു അറിവുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.